സമയം 9:35 ആവുന്നു. അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് അടിക്കുന്ന ഓരോ ഗോളും CMന്റെ റിലീഫ് ഫണ്ടിലേക്ക് സഹായമായിട്ടൂടെ മാറുന്നുണ്ട്. ഒരു യങ്സ്റ്റർ മിസ്റ്റർ മഷൂദിന് ഇനീഷ്യേറ്റീവ് ആയിരുന്നു. ബ്ലാസ്റ്റേഴ്സ് അടിക്കുന്ന ഓരോ ഗോളിനും ഒരു എമൗണ്ട്, അപ്പം കൂടുതൽ ഗോളിനനുസരിച്ച് എമൗണ്ട് മാറും, അത് റിലീഫ് ഫണ്ടിലേക്ക് ഡൊണേറ്റ് ചെയ്യാന്നുള്ളത്. എക്സിലായിരുന്നു മഷൂദ് ആദ്യം അത് ഷെയർ ചെയ്യേണ്ടായിരുന്നത്. ഒരുപാട് ആൾക്കാർ അത് ഏറ്റെടുക്കുന്നുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് അടിക്കുന്ന ഒരു ഗോളിന് ഞാൻ 100 രൂപയാണ് കൊടുക്കാൻ തീരുമാനിക്കുന്നതെങ്കിൽ ടോട്ടൽ 9 ഗോൾസ് അടിച്ചല്ലോ, 9 into 100 900 റുപ്പീസാണ് ഞാൻ ഡൊണേറ്റ് ചെയ്യുക. അങ്ങനെ 100 ആവാം, 10 ആവാം, 20 ആവാം, 50 ആവാം, 1000 ആവാം, ഡിപ്പെൻസ്, നമ്മുടെ ഒരു കഴിവ് പോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്ത മഷൂദ് ജോയിൻ ചെയ്യാണ് കണ്ണൂർ സൂപ്പർ ഫാസ്റ്റ്. ഗുഡ് മോർണിംഗ് മഷൂദ്. ഞാനിപ്പോ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ വർക്ക് ചെയ്യും. എവിടെയാണ് എക്സാക്ട് വീട് എവിടെ ബ്രോ? ഇത് മഞ്ചേശ്വരത്ത് പൊസോട്ട് എന്ന് പറയുന്ന സ്ഥലം. ഡ്യൂറൻ കപ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ നമ്മളും ഒരു റെസ്ക്യൂ മിഷനിലും കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അല്ലെ, ഒരു റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫേസിലൂടെ പോകണല്ലോ വയനാടിന്. അതെ അതെ. ഫുട്ബോളും നമ്മുടെ ഒരു റിലീഫ് ഫണ്ടും നമ്മുടെ ഒരു സ്നേഹവും സഹായമൊക്കെ കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടാണ് മഷൂദിന്റെ ഒരു തോട്ട് വന്നത് അല്ലേ? അത്യാവശ്യ രീതിക്കൊക്കെ ഉള്ള അക്കൗണ്ടാണ് ട്വിറ്ററിൽ എനിക്കുള്ള. അപ്പോ എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു. ബ്ലാസ്റ്റേഴ്സിന്റെ സപ്പോർട്ട് യൂസ് ചെയ്ത് എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോ വന്നൊരു തോട്ടായിരുന്നു. അപ്പൊ നല്ല റീച്ച് ആയിരുന്നു. ഈ ഡ്യൂറൻ കപ്പിൽ ബ്ലാസ്റ്റേഴ്സ് അടിക്കുന്ന ഓരോ ഗോളിനും നമുക്ക് എത്ര എമൗണ്ട് പെർ ഗോൾ എത്ര കൊടുക്കാൻ പറ്റും, അത് CMന്റെ റിലീഫ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം അല്ലേ? അതെ അതെ, അതായിരുന്നു. അപ്പൊ മഷൂദ് സ്റ്റാർട്ട് ചെയ്തത് 100 പെർ ഗോൾ ആയിരുന്നു. 8 ഗോൾ ബ്ലാസ്റ്റേഴ്സ് അന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് മാച്ചിൽ. അതിന് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പല ആൾക്കാരും റിപ്ലൈ തരുന്നുണ്ടായിരുന്നല്ലേ, ഞാൻ കൊടുക്കുന്നു പറഞ്ഞിട്ട്. അതെ, കുറെ പേര് സ്ക്രീൻഷോട്ട് അയച്ചു, കുറെ പേര് കൊടുത്തു എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, മഞ്ഞപ്പുഴന്റെ ഗ്രൂപ്പുകളിലും ഈ സ്ക്രീൻഷോട്ട് ടെലിഗ്രാം ഗ്രൂപ്പിലായാലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് ആയി വന്നും ഇത് അങ്ങ് മുകളിലേക്ക് എത്തി. ഇന്നലത്തെ മാച്ചിൽ ഒരു ഗോളേ വന്നു എന്നുള്ളൊരു ചെറിയൊരു വിഷമം മാത്രമേ ഉള്ളൂ അല്ലേ? അതെ അതെ, ഒന്നായി വിഡ്രോ ആയല്ലോ ഇന്നലെ. ടഫ് മാച്ച് ആയിരുന്നു. പഞ്ചാബ് സ്ട്രോങ് ഓപ്പർ ഉണ്ടായതുകൊണ്ട്. അപ്പോൾ ഇനിയുള്ള മത്സരങ്ങൾ കുറച്ചുകൂടെ ഉഷാറാവട്ടെ. പ്രതീക്ഷയാണ് കൂടെ ഓൺ റേഡിയോ മാംഗോ 91.9.